ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും ആഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അടുത്ത ദിവസം 1ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷാണ് എക്സാം വരുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷ് പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം അല്ലേ. അപ്പോൾ മുന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മുടെ പാർട്ട് 1 നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ പാർട്ട് 2 ആണ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ പാർട്ട് 1 കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോ കാണാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് ടീച്ചർക്ക് മറ്റൊരു കാര്യം കൂടി പറയാനായിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് ഞങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും കേട്ടോ. വീക്കിലി 3 ഡേയ്സാണ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് 3ാമത്തെ ആക്ടിവിറ്റിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ആക്ടിവിറ്റി 3 ഡിസ്ക്രിപ്ഷൻ. പിന്നെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത കൂട്ടുകാരെന്ത് ചെയ്യുക, ഇവിടെ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അയക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, നമ്മുടെ 3ാമത്തെ ആക്ടിവിറ്റി നോക്കിക്കേ. കംപ്ലീറ്റ് ദി സെൻറ്റൻസസ് കറക്റ്റ്ലി. നമുക്ക് അവിടെ ഒരു വെഹിക്കിളിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഏത് വെഹിക്കിളാണിത്? നമുക്കറിയാം അല്ലേ, ഓട്ടോറിക്ഷയുടെ പിക്ചറാണ് അവിടെ തന്നിട്ടുള്ളത്. ഈ ഒരു പിക്ചറാണ് മക്കൾ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതേണ്ടത്. അപ്പോൾ നോക്കിക്കേ, കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ദിസ് ഈസ് ആൻ ഓട്ടോറിക്ഷ. ദി ഓട്ടോറിക്ഷ ഹാസ് സീറ്റ്സ്. ദി ഓട്ടോറിക്ഷ ഹാസ് എന്ന് പറഞ്ഞിട്ട് പിന്നെയുള്ള ഭാഗങ്ങൾ എന്ത് ചെയ്തിട്ടില്ല, കൊടുത്തിട്ടില്ല അല്ലേ. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? ഇതൊരു ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞു. ഈ ഓട്ടോറിക്ഷയ്ക്ക് എന്തുണ്ട്? ഹാസ് സീറ്റ്സ് എന്ന് പറഞ്ഞു അല്ലേ. ഓട്ടോറിക്ഷയ്ക്ക് സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി മക്കൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം ഈ ഒരു ഓട്ടോയെ ഡിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത്? ദി ഓട്ടോറിക്ഷ ഹാസ്, നമ്മൾ പഠിച്ച കാര്യത്തിൽ എന്തുണ്ട്? ലൈറ്റ്സ് ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് എന്ത് എഴുതാം? ലൈറ്റ്സ് എന്ന് എഴുതാം അല്ലേ. ദി ഓട്ടോറിക്ഷ ഹാസ് ലൈറ്റ്സ് എന്ന് എഴുതാം. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് എഴുതാം? ഓട്ടോറിക്ഷയ്ക്ക് എന്തുണ്ട്? വീൽസ് ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ദി ഓട്ടോറിക്ഷ ഹാസ് വീൽസ് എന്ന് എഴുതാം. ഇനി ഓട്ടോറിക്ഷയ്ക്ക് എന്തുണ്ട്? ഹോൺ ഉണ്ട് അല്ലേ. അപ്പം നമുക്ക് എന്ത് എഴുതാം? ദി ഓട്ടോറിക്ഷ ഹാസ് എ ഹോൺ എന്ന് എഴുതാം അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇതുപോലെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള എന്തും എഴുതാവുന്നതാണ് കേട്ടോ ഓട്ടോയെ കുറിച്ചിട്ട്. ഇപ്പം നമുക്ക് എന്ത് എഴുതാം? ദി ഓട്ടോറിക്ഷ. ടീച്ചർ ഓട്ടോ എന്ന് എഴുതുന്നുള്ളൂ കേട്ടോ മക്കൾ. ഓട്ടോറിക്ഷ എന്നുള്ളത് എവിടെയുണ്ട്? നമുക്ക് മുകളിൽ കൃത്യമായിട്ട് സ്പെല്ലിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം എഴുതാൻ കേട്ടോ. ദി ഓട്ടോറിക്ഷ ഹാസ്, ദി ഓട്ടോ ഹാസ് വീൽസ് ആണെങ്കിൽ വീൽസ്. ഓക്കെ, ഓട്ടോറിക്ഷ ഹാസ് വീൽസ്. എന്താണ് വീൽസ്? ഇതാണ് കേട്ടോ ഓട്ടോയുടെ വീൽസ്, ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ഇനി വീൽസ് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ എഴുതാം. ഇനി അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ലൈറ്റ്സ് എഴുതാമല്ലേ. ദി ഓട്ടോ ഹാസ് ലൈറ്റ് അല്ല, ഹോൺ അല്ലേ. ദി ഓട്ടോ ഹാസ് എ ഹോൺ എന്ന് എഴുതാം അല്ലേ. ദി ഓട്ടോറിക്ഷ ഹാസ് എ ഹോൺ എന്ന് എഴുതാം. ദി ഓട്ടോറിക്ഷ ഹാസ് വീൽസ് എന്ന് എഴുതാം. ദി ഓട്ടോറിക്ഷ ഹാസ് ലൈറ്റ്സ് എന്ന് എഴുതാം. അങ്ങനെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് ചെയ്യാം, ഓട്ടോയെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പോൾ മക്കൾ ഇവിടെ എന്തൊക്കെ പഠിക്കണം? ഇനിയിപ്പോൾ ഓട്ടോയല്ല, ഓട്ടോയ്ക്ക് പകരം നമുക്ക് വേറൊരു വെഹിക്കിളാണ് തന്നെന്നിരിക്കുക. അതായത് നമ്മൾ ചാപ്റ്ററിൽ പരിചയപ്പെട്ട ബസ്സോ അല്ലെങ്കിൽ നമ്മുടെ കാറോ, ഇനി അതും അല്ലെങ്കിൽ ജീപ്പോ, അങ്ങനെ എന്തെങ്കിലും വേറെ വെഹിക്കിൾസിനെ കുറിച്ചാണ് തന്നതെങ്കിലും ഇതുപോലെ ഡിസ്ക്രൈബ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരുന്നാൽ മതി? ഈ ലൈറ്റ് എന്നുള്ളതിൻ്റെ സ്പെല്ലിങ്, ഹോൺ എന്നുള്ളതിൻ്റെ സ്പെല്ലിങ്, വീൽ എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ അറിഞ്ഞിരുന്നാൽ പോരെ. അതുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ എഴുതാനായിട്ട് പറ്റില്ലേ. അപ്പോൾ മക്കൾ എന്തൊക്കെ പഠിക്കണം? ഒരു വെഹിക്കിൾസിൻ്റെ, അതായത് നമ്മുടെ ബസ്, അതുപോലെ തന്നെ കാറ് തുടങ്ങിയിട്ടുള്ള അതുപോലെ ജീപ്പ് കേട്ടോ, ഏതെങ്കിലും ഒരു 3 വെഹിക്കിൾസിൻ്റെയൊക്കെ പേരുകൾ എഴുതാനായിട്ട് പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ കളർ അല്ലേ, ഒരു കളറിൻ്റെ പേര് റെഡും ബ്ലൂവും കൂട്ടുകാർക്ക് അറിയുന്നതാണ്, പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ലൈറ്റ് അല്ലേ, ലൈറ്റിൻ്റെ സ്പെല്ലിങ്, അതുപോലെ തന്നെ ഹോണിൻ്റെ സ്പെല്ലിങ്, പിന്നെ വീല് അല്ലേ, വീലിൻ്റെ സ്പെല്ലിങ്, ലൈറ്റ്, ഹോണ്, വീലിൻ്റെ സ്പെല്ലിംഗ് ഒക്കെ എന്ത് ചെയ്യുക മക്കളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇനി വേണമെങ്കിൽ സീറ്റ്, അതുപോലെ തന്നെ മിററൊക്കെ ഉണ്ട് അല്ലേ. ഇനിയിപ്പോൾ കൂട്ടുകാർക്ക് അറിയെങ്കിൽ എന്ത് ചെയ്യുക, അതൊക്കെ പഠിച്ച് വെക്കുക. നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്നത് ഏത് പാർട്ടിൻ്റെ പേരാണോ അതിനനുസരിച്ച് മക്കൾ എന്ത് ചെയ്യണം? സ്പെല്ലിങ് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ഒരു ഡിസ്ക്രിപ്ഷൻ പ്രതീക്ഷിക്കാം. അടുത്തത് കംപ്ലീറ്റ് ദി കോൺവെർസേഷൻ. നോക്കിക്കേ മക്കളെ, നമ്മുടെ പോളിയെ കാണാനായിട്ട് അവരുടെ കൂട്ടുകാരായിട്ടുള്ള എലിഫൻറ്റും റാബിറ്റും ഡക്കും കൂടി പോയിട്ടുണ്ടായിരുന്നില്ലേ. പോളി അവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? പോളി ആരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? അവളുടെ ചിക്സിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ഓക്കെ, അപ്പം നമ്മുടെ പോളിയെ കാണാൻ അവളുടെ ഫ്രണ്ട്സ് എല്ലാവരും അവളുടെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നല്ലേ. എന്തും കൊണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്? ഒരു ബാസ്ക്കറ്റ് നിറയെ ഫ്രൂട്ട്സും ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അല്ലേ. ഓക്കെ, അവിടെ എത്തിയിട്ട്
അവരെന്താണ് പറയുന്നത് പോളിയോട്? അവർ പോളി, ഡിയർ പോളി ഈറ്റ് ദിസ് എന്നേ നമുക്ക് അവിടെ തന്നിട്ടുള്ളൂ. അവിടെ എന്താണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പം നമ്മൾ പാഠഭാഗത്ത് കുറേ ഫ്രൂട്ട്സ് നമ്മൾ പരിചയപ്പെടുന്നില്ലേ? ഫ്രൂട്ട്സിൻ്റെ പേരുകൾ നമ്മൾ പരിചയപ്പെടുന്നില്ലേ? എന്തൊക്കെയാണ്? മാംഗോ നമ്മൾ പഠിച്ചു അല്ലേ, മാംഗോ. അതുപോലെ തന്നെ ആപ്പിൾ അല്ലേ, എന്നിങ്ങനെ തുടങ്ങിയിട്ട്, പിന്നെ ഗ്രേപ്സ് എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള പേരുകൾ അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ മക്കൾ എന്ത് അറിഞ്ഞിരിക്കണം? ഒരു 1-2 ഒക്കെ ഫ്രൂട്ട്സിൻ്റെ പേരുകൾ എഴുതാൻ മക്കൾ പഠിച്ചിരിക്കണം കേട്ടോ. ഓറഞ്ച്, ഗ്രേപ്പ്, ആപ്പിൾ, മാംഗോ എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതെങ്കിലും 1-2 ഫ്രൂട്ട്സിൻ്റെ പേര് എഴുതാനായിട്ട് പഠിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു പേര് എഴുതാൻ അറിഞ്ഞെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? അവിടെ ഫില്ല് ചെയ്യാനായിട്ട് പറ്റൂലേ. ഓക്കെ മക്കളെ, അപ്പം മക്കൾ എന്ത് ചെയ്യണം? ഈറ്റ് ദിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? അവിടെ ഒരു ഫ്രൂട്ടിൻ്റെ പേര് എഴുതേണ്ടത്. ഇവിടെ നമ്മുടെ എലിഫൻറ്റിൻ്റെ കയ്യിൽ ഏത് ഫ്രൂട്ടാണുള്ളത്? ഓറഞ്ച് ആണുള്ളത് അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ഓറഞ്ച് എന്നുള്ളത് എഴുതുക കേട്ടോ. എന്തെഴുതുക? ഓറഞ്ച് എന്നുള്ളത് എഴുതാം. ഇനി വേറെ ഏതെങ്കിലും ഫ്രൂട്ട്, അതായത് മാംഗോ ആണെങ്കിൽ മക്കൾ എന്ത് ചെയ്താൽ മതി? മാംഗോ എന്നുള്ളത് എഴുതുക. ആപ്പിൾ ആണെങ്കിൽ എന്ത് ചെയ്യുക? ആപ്പിൾ എന്നുള്ളത് എഴുതുക കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു പിക്ചർ കണ്ടിട്ട് നമുക്ക് എന്താ തോന്നുന്നത്? ഓറഞ്ച് ആണെന്ന് തോന്നുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓറഞ്ച് എഴുതാം. ഇനി ആപ്പിൾ ആണെങ്കിൽ മക്കൾ എന്ത് ചെയ്യുക? ആപ്പിൾ എന്നുള്ളത് എഴുതി കൊടുക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അവരുടെ സ്പെല്ലിംഗ് ആണ് നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മുടെ പോളി എന്ത് പറയുന്നുണ്ട്? താങ്ക് യു ഡിയർ എന്ന് പറയുന്നുണ്ട് അല്ലേ. താങ്ക് യു ഡിയർ എന്നുള്ളത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് മക്കൾ എന്ത് ചെയ്യേണ്ടത്? കോൺവെർസേഷൻ എഴുതേണ്ടത്. പിന്നെ നമുക്ക് കോൺവെർസേഷൻ വരാൻ സാധ്യതയുള്ളത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചിലപ്പം കോൺവെർസേഷൻ വരാം. അതായത് നമ്മുടെ ഹോങ് ടൂത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ ഇല്ലേ, അവിടെ നമ്മുടെ കാറും ബസ്സും തമ്മിൽ എന്ത് നടക്കുന്നുണ്ട്? ഫൈറ്റ് നടക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അവിടെ ആരൊക്കെ വരുന്നുണ്ട്? നമ്മുടെ മങ്കിയും അതുപോലെ തന്നെ കവും തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആളുകളിലെ പോലീസ് ഓഫീസറൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ഒരു കോൺവെർസേഷൻ നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. മുന്നേ ഒരു പ്രാവശ്യം നമുക്ക് അതായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നിങ്ങൾ പഠിക്കേണ്ടത്, നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുള്ളത് ഇറ്റ് ഈസ് യുവർ മിസ്റ്റേക്ക്, നോ ഇറ്റ്സ് യുവർ മിസ്റ്റേക്ക് ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ആ ഒരു കോൺവെർസേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾ മിസ്റ്റേക്ക്, അതുപോലെ തന്നെ സോറി എന്നിങ്ങനെ തുടങ്ങിയിട്ടുള്ള വാക്കുകളൊക്കെ ആ പാഠഭാഗമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വന്നാൽ എന്ത് ചെയ്യുക? ഒന്ന് പഠിച്ച് വെക്കുക കേട്ടോ. മിസ്റ്റേക്ക്, അതുപോലെ തന്നെ സോറി, പിന്നെ അതുപോലെ തന്നെ താങ്ക് യു തുടങ്ങിയിട്ടുള്ള വേർഡ്സ് എന്ത് ചെയ്യുക? മക്കളൊന്ന് അതിൻ്റെ ഒന്ന് സ്പെല്ലിങ് അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും. നമുക്ക് ഇത്തരത്തിൽ ചിലപ്പം കോൺവെർസേഷൻ വന്നാൽ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അവിടെ നിങ്ങൾ സ്പെല്ലിങ് പഠിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. മുന്നേ നമുക്ക് വന്നത് സ്പെല്ലിംഗ് ഒക്കെ ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു. കാര്യം വേറെ ആളുകൾ പറഞ്ഞ ഡയലോഗിൽ ഈ വേർഡ്സൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ് ആ വേർഡ് എന്നുള്ളത് മക്കൾ ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ എന്ത് ചെയ്യുക? ഒന്ന് സ്പെല്ലിങ് നന്നായിട്ട് കറക്റ്റ് അറിഞ്ഞിട്ടില്ലെങ്കിലും ഒന്ന് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇതാണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഫസ്റ്റ് ലെറ്റർ ഇതാണ്, സെക്കൻഡ് ലെറ്റർ ഇതാണ് എന്നതിനെക്കുറിച്ച് ചെറിയൊരു ധാരണ ഉണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എവിടെയെങ്കിലും ചിലപ്പോൾ ആ വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് ആൻസറിലോട്ട് എത്തിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ചില ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് മക്കൾ എന്ത് ചെയ്യുക? നന്നായിട്ട് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്തരത്തിൽ ഒരു കോൺവെർസേഷന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റത്തെ ഒരു ആക്ടിവിറ്റിയിലോട്ട് പോവാം. ആഡ് എ ലൈൻ ടു ദി റൈം ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ 3 കൂട്ടുകാരല്ലേ, ഡില്ല്, ജില്ല്, അതുപോലെ തന്നെ ഡ്രില്ല്, 3 പേരുണ്ട്. അപ്പോൾ നോക്കിക്കേ, ചെറിയൊരു റൈം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. 3 little parrots, ഡിൽ, ജിൽ ആൻഡ് ഡ്രിൽ, സിറ്റിംഗ് ഓൺ എ ട്രീ, സിംഗിങ് ഹാപ്പി സോങ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അടുത്ത് നോക്കിക്കേ മക്കളെ, ഇതുപോലെ 3 little parrots, ഡിൽ, ജിൽ ആൻഡ് ഡ്രിൽ. പിന്നെ നമുക്ക് എന്ത് ചെയ്തില്ല? ഒരു ലൈൻ അവിടെ തന്നിട്ടില്ല. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ളത്? സിംഗിങ് ഹാപ്പി സോങ് എന്നാണ്. അപ്പോൾ അവിടെ മൂന്നാമതായിട്ട് നമുക്ക് അവിടെ തന്നിട്ടുള്ള ലൈൻസ് മക്കൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ മക്കളെ, അതിനായിട്ട് നമുക്ക് അവിടെ ഒരു പിക്ചർ തന്നിട്ടില്ലേ? ആ പിക്ചർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവില്ല അവർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? പറന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പം നമുക്ക് എന്ത് എഴുതാം? ഫ്ലൈയിങ് ഇൻ ദി സ്കൈ എന്ന് എഴുതാം അല്ലേ. പറക്കുന്നതിന് നമുക്കറിയാം എന്താണ് പറയുക? ഫ്ലൈയിങ് എന്നാണ് പറയുക അല്ലേ. ഫ്ലൈയിങ് എവിടെയാണ് പറക്കുന്നത്? ഫ്ലൈയിങ് ഇൻ ദി സ്കൈ ആണ് അല്ലേ. ഓക്കെ, ഫ്ലൈയിങ് ഇൻ ദി സ്കൈ എന്നുള്ളത് നമുക്ക് എഴുതാം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്രയാണ് കൂട്ടുകാരുടെ എക്സാമിനുള്ള ചോദ്യങ്ങൾ. അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് തന്നെ പഠിക്കുക. പിന്നെ പാർട്ട് 1 വീഡിയോ കാണാനായിട്ട് മറക്കരുത്. തീർച്ചയായിട്ടും പാർട്ട് 1 വീഡിയോ കൂടി കാണാം. ഓക്കെ മക്കളെ, അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യം കൂടി നമ്മുടെ കമൻറ്റ് ബോക്സ് പറയാം. പിന്നെ മെമ്പർഷിപ്പിൻ്റെ കാര്യം മറക്കരുത്. താല്പര്യമുള്ള കൂട്ടുകാർക്ക് എന്ത് ചെയ്യുക? മന്ത്ലി വെറും 89 rupees കൊണ്ട് നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. ഓക്കെ കൂട്ടുകാരെ, മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.